ക്രിസ്മസ് ഒക്കെ പോയേ? ദേ പോയി ദാ വന്നു എന്ന് പറഞ്ഞ പോലെ. പക്ഷേ കൊച്ചിയിലായതിൻ്റെ ഒരു സമാധാനമുണ്ട് കേട്ടോ. കൊച്ചിക്കാരുടെ പ്രധാന ആഘോഷം കൊച്ചിൻ കാർണിവലാണല്ലോ. പാപ്പാനി, ഈ ക്രിസ്മസിന് വരുന്ന സാന്റ, കാർണിവലിന് വരുന്ന പാപ്പാനി. അപ്പോൾ ശരിക്കും ആരാണ് ഈ പാപ്പാനി? കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പുതുവത്സരാഘോഷം, കൊച്ചിയുടെ സാംസ്കാരിക ചരിത്രവുമായി ഇഴചേർന്ന് കിടക്കുന്ന ആഘോഷം. വിദേശികളും സ്വദേശികളും അടക്കം ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന കൊച്ചിൻ കാർണിവലിനെ അങ്ങനെ പലതരത്തിൽ വിശേഷിപ്പിക്കാം കേട്ടോ. ലോകത്തിലുള്ള സകല ജനങ്ങളും പുതുവത്സരം ആഘോഷിക്കുമെങ്കിലും പാപ്പാനിയെ കത്തിക്കുന്നത് ഇങ്ങ് കൊച്ചിയിൽ മാത്രമാണ്. പോർച്ചുഗൽ, ഡച്ച്, ബ്രിട്ടീഷ് അങ്ങനെ കൊച്ചിയുടെ സംസ്കാരം ലോകത്തിൻ്റെ പല കോണുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. പാപ്പാനി എന്നത് പോർച്ചുഗൽ വാക്കാണ്. മുത്തച്ഛൻ അല്ലെങ്കിൽ മുതിർന്ന വ്യക്തിയെ ബഹുമാനപൂർവ്വം വിളിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് പാപ്പാനി. ഈ പാപ്പാനി എന്ന വാക്ക് പോർച്ചുഗലിൽ നിന്നാണ് ഉദയം ചെയ്തതെങ്കിലും ഈ പാപ്പാനിയെ കത്തിക്കുന്നതുമായി പോർച്ചുഗലുകാർക്കോ മറ്റ് രാജ്യത്തിലുള്ളവർക്കോ യാതൊരു ബന്ധമില്ല. ഏതെങ്കിലും ഒരു പ്രതീകത്തെയോ ബിംബത്തെയോ കത്തിക്കുന്നത് ഇന്ത്യയിലാണ്. ആദ്യകാലത്ത് കോട്ടും സ്യൂട്ടും അണിഞ്ഞ വിദേശിയുടെ രൂപമായിരുന്നു പാപ്പാനിക്ക്. കാലക്രമേണ ആ രൂപങ്ങൾക്കൊക്കെ മാറ്റം സംഭവിച്ചു. ജാതി, മതം, പ്രൗഢി അങ്ങനെ ഒരന്തരവുമില്ലാത്ത രൂപമായിരിക്കണം പാപ്പാനി എന്ന ആശയത്തിൽ നിന്നാണ് ഇപ്പോൾ കാണുന്ന പാപ്പാനിയുടെ രൂപം ഉദയം ചെയ്തത്. ഈ കൊച്ചിക്കാര് ഒരു വർഷത്തെ താരതമ്യം ചെയ്യുന്നത് ഒരു വ്യക്തിയോടാണ് കേട്ടോ. അതായത് ജനുവരി ആകുമ്പോൾ ഒരു കുഞ്ഞുണ്ടാകുന്നു. കൗമാരം, യൗവനം തുടങ്ങി പ്രായത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുന്നു. ഒടുവിൽ ഡിസംബർ ആകുമ്പോൾ ആ വ്യക്തിക്ക് പ്രായമാകുന്നു. അങ്ങനെയാണ് ഇവർ പ്രായമായ പാപ്പാനിയെ കത്തിക്കുന്നത്. വലിയ പാപ്പാനി മാത്രമല്ല കേട്ടോ, ചെറിയ പാപ്പാനികൾ ഓരോ വഴിക്കോണുകളിലൊക്കെ ഉണ്ടാകും. ആ പ്രദേശത്തെ ആളുകളാണ് ആ പാപ്പാനിയെ നിർമ്മിക്കുന്നത്. അതിന് ചുറ്റും അവരൊത്തുകൂടി ഡാൻസ് കളിക്കും, പാട്ടുപാടും. അങ്ങനെ ഉറങ്ങാത്ത രാത്രികളായിരിക്കും കൊച്ചിക്കാർ. അപ്പോൾ ഒരടിപൊളി ന്യൂ ഇയർ ആശംസകൾ നേർന്നുകൊണ്ട് ക്യാമറമാൻ ശരത് പാട്ടുകാവനും മനോജ് മാനശ്ശേരിക്കുമൊപ്പം സ്നേഹ മൽ നൈനാൻ, മാതൃഭൂമി ന്യൂസ്.